മാന്യ വ്യക്തികൾ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ജനപ്രീതി നേടിയ മലയാള കവികളിൽ ഒരാളാണ് വയലാർ രാമവർമ്മ. നൂറുകണക്കിന് കവിതകൾ, ആയിരക്കണക്കിന് നാടക സിനിമാ ഗാനങ്ങൾ എന്നിവയാണ് ഈ കവിയെ നമ്മളിലേക്ക് ഒരുപാട് അടുപ്പിക്കുന്നത്. വയലാറിൻ്റെ ഭൗതിക സാന്നിധ്യം ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കവിതകളും ഗാനങ്ങളും നമ്മുടെ ഇടയിൽ ഇന്നും സജീവമാണ്. ഇന്നിവിടെ ഈ 17ാമത് വയലാർ സാംസ്കാരിക ഉത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ കൃതജ്ഞതയുണ്ട് എനിക്കും ഞങ്ങളുടെ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിക്കും. ഈ ചടങ്ങിനോട് അനുബന്ധിച്ച് ഇവിടെ നൃത്യങ്ങൾ അവതരിപ്പിച്ചത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ BE BTech എൻജിനീയറിംഗ് പിന്നെ അലൈഡ് ഹെൽത്ത് സയൻസസ് മുതലായ വിഭാഗങ്ങളിലെ കുട്ടികളാണ്. കഴിഞ്ഞ 64 വർഷങ്ങളായി കന്യാകുമാരി ജില്ലയിൽ ഡോക്ടർ AP മജീദ് ഖാൻ സാറിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് നിഷ് കന്യാകുമാരി. ഇപ്പോൾ ഇതിൻ്റെ പ്രോ ചാൻസലറായ ശ്രീ MS ഫൈസൽ ഖാൻ സാറിൻ്റെ നേതൃത്വത്തിൽ ടെക്നിക്കലായും കലാസാഹിത്യപരമായും കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുകയാണ് നിഷ്. 1989 അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും മികച്ച കോളേജ് എന്ന പുരസ്കാരം നേടിയിട്ടുള്ള ഈ സ്ഥാപനം ഇപ്പോൾ സിനിമ, സാഹിത്യം, കല എന്നീ യൂണിറ്റ്സിലും കൂടി ഡെവലപ്പ് ചെയ്യാനായി നമ്മുടെ പ്രശസ്ത നടിയായ ശ്രീ സുകുമാരി അമ്മയുടെ പേരിൽ ഒരു മൾട്ടിമീഡിയ ആൻഡ് ഫിലിം ടെക്നോളജി കോഴ്സും കഴിഞ്ഞ വർഷം തുടങ്ങുകയുണ്ടായി. നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിച്ചവർക്ക് മനസ്സിലാകും, സൗത്ത് ഇന്ത്യയിലെ ഗവേഷണ മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് നാനോ ടെക്നോളജി നിഷിൻ്റെ. അതുകൊണ്ട് തന്നെ 2.5 കോടി രൂപയിലേറെ ഗവൺമെൻറ്റിൻ്റെ റിസർച്ച് ഫണ്ട്സും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ സംരംഭമാണ് ഗവൺമെൻറ് ഇന്ത്യൻ നോളേജ് സിസ്റ്റം എന്നുള്ള IKS എന്ന് പറയുന്ന ഒരു സിസ്റ്റം. സോ ഈ സ്കീമിലൂടെ അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ, ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മൂല്യങ്ങളെ ലോകത്തെ അറിയിക്കുക എന്നുള്ളൊരു കർത്തവ്യമാണ് ഗവൺമെൻറ് ഈ പർട്ടിക്കുലർ റിസർച്ച് സ്കീമിലൂടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു സ്കീമിലൂടെ നമുക്ക് ഈ വർഷം തന്നെ 1.25 കോടി രൂപ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടായി. നമ്മുടെ ട്രഡീഷണൽ വൈദ്യശാസ്ത്ര മേഖലയിലുള്ള നമ്മുടെ ട്രഡീഷണൽ നോളേജ്, പലതും ഇതുപോലെ നമ്മുടെ സംസ്കാരത്തിൽ ഇങ്ങനെ മങ്ങിക്കിടക്കുന്ന പലതിനെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് ലോകത്തെ അറിയിക്കുക എന്നുള്ളൊരു കർത്തവ്യം. ആ ഒരു മേഖലയിലും കൂടി നമുക്ക് കുറേ ഫണ്ട്സ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് തൽക്കാലം. നമ്മുടെ സ്റ്റുഡൻസിനും റഷ്യ, മലേഷ്യ, UK പോലുള്ള യൂണിവേഴ്സിറ്റിയിൽ ഓൾറെഡി കൊലാബറേഷൻസ് ഉണ്ടായിരുന്നു. അതിപ്പോൾ കുറച്ചുകൂടി വിപുലമാക്കിയിട്ടുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾ കേട്ടിരുന്ന ആ കീബോർഡ് നമ്മുടെ ഗോഡ്സൺ എന്നുള്ളൊരു കുട്ടി സിവിൽ എൻജിനീയറാണ്. ആള് ഈ കഴിഞ്ഞ മാസം റഷ്യയിൽ പോയി, ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റീസിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ കുട്ടിയായിരുന്നു ഈ ഗോഡ്സൺ. അപ്പോൾ റഷ്യയിൽ പോയി അവിടുത്തെ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനും ഈ പ്രോഗ്രാം അവതരിപ്പിക്കുവാനും അവരുടെ തന്നെ ട്രഡീഷണൽ മ്യൂസിക് പ്ലേ ചെയ്യാനുമുള്ള ഭാഗ്യം ഈ കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് ഒരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിൻ്റെ പ്ലേസ്മെൻറ്റ്, പിന്നെ ഓൺടർപ്രണർഷിപ്പ്, സ്റ്റാർട്ടപ്സ് മുതലായ സാധ്യതകൾ ഇവിടെ 100% നിരക്കിലും സാധ്യപ്പെടുത്തിയിട്ടുണ്ട്. And hence I am proud to say that our research facilities are utilized by ഒരു 90 കോളേജസിന് മുകളിൽ, തമിഴ്നാട്ടിലും കേരളത്തിലും കൂടിയായിട്ട് 90-ലധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മെഡിക്കൽ കോളേജസ്, ഡെൻ്റൽ കോളേജസ്, എൻജിനീയറിംഗ്, ആർട്സ് എല്ലാ കോളേജസും ഞങ്ങളുടെ റിസർച്ച് ഫെസിലിറ്റീസ് യൂസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട്. സോ അതിന് തന്നെയും DSTയുടെ വക നമുക്കൊരു സ്പെഷ്യൽ അപ്രിസിയേഷൻ ഈ കഴിഞ്ഞ വർഷം കിട്ടുകയുണ്ടായി. സോ താങ്ക് യു സോ മച്ച്. ഇത്രയും മഹത്തായ ഒരു വേദിയിൽ ഒരു അംഗമാകാൻ സാധിച്ചതിൽ തന്നെ അതിയായ സന്തോഷമുണ്ട്. എൻ്റെ സ്വന്തം പേരിലും യൂണിവേഴ്സിറ്റിയുടെ പേരിലും രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൾ. ബഹുമാനപ്പെട്ട സദസ്സിന് നമസ്കാരം. ഞങ്ങളൊരു 15 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും നാടകഗാനങ്ങളോടുകൂടി അതിമനോഹരമായൊരു ഗാനസന്ധ്യ ആരംഭിക്കുന്നത്. നിങ്ങളുടെ ഏവരുടെ അനുഭവത്തോടു കൂടി നമ്മുടെ വയലാർ സാഹിത്യ അനുസ്മരണത്തിൻ്റെ
വളരെ പ്രധാനപ്പെട്ട ഒരു 15 മിനിറ്റാണ് ഞങ്ങൾ അതിനെടുക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടകനായി ഇവിടെ എത്തിയിരിക്കുന്ന തലസ്ഥാന നഗരിയുടെയും മുൻ എംപിയും സാംസ്കാരിക നായകനുമായ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ സാർ അവറുകളെ വളരെ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മാതൃഭൂമിയുടെ മുൻ ചീഫ് ഫോട്ടോഗ്രാഫർ ശ്രീ ബിൻലാൽ. ഈ വേദി ഇന്ന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ വനിതാ കമ്മിറ്റിയുടെ തന്നെ പ്രസിഡന്റ് ശ്രീമതി സതീ തമ്പി, അതിൻ്റെ സെക്രട്ടറി ശ്രീമതി മിനി ദീപക് തുടങ്ങിയവരെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ഗാനമേള നയിക്കുന്ന പ്രശസ്ത പിന്നണി ഗായകൻ, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഗായകരിൽ അവാർഡ് കിട്ടിയ ശ്രീറാം, പ്രമീള തുടങ്ങിയ പ്രശസ്ത ഗായകരെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഇവിടെ സംസാരിച്ച നൂറൽ ഇസ്ലാം സർവകലാശാലയുടെ ഡീൻ ശ്രീമതി പ്രസീത ടീച്ചറിനെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അനുസ്മരണ സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നാടിയായി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ 1 സെക്കൻഡ് ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി എണീറ്റ് നിൽക്കണം. മൗനമായ പ്രാർത്ഥനയാണ്. ഇന്നീ യോഗത്തിൽ സ്വാഗതം രേഖപ്പെടുത്തുന്നതിനായി വയലാർ സാംസ്കാരിക സമിതിയുടെ വനിതാ വിഭാഗത്തിൻ്റെ സെക്രട്ടറി ശ്രീമതി മിനി ദീപകിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. 17ാമത് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ 4ാം ദിവസമായ ഇന്ന് ഇവിടെ അരങ്ങേറുകയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളും വളരെ ഭംഗിയായി തന്നെ അവസാനിച്ചു. ഇന്നത്തെ യോഗ നടപടികൾ ഇവിടെ ആരംഭിക്കുകയാണ്. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ കൂടെയുള്ള ഒരു സംഘടനയാണ് വയലാർ രാമവർമ്മ മഹിളാ സാംസ്കാരിക വേദി. അതിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ ഒട്ടനവധി പരിപാടികൾ ഞങ്ങൾക്കും ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷവുമുണ്ട്. ഇന്ന് ഇവിടുത്തെ പരിപാടിയുടെ സ്വാഗതമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി. ആദ്യമായിട്ട് നമ്മുടെ ഉദ്ഘാടകനായി എത്തിയിരിക്കുന്ന മുൻ NB പന്ന്യൻ രവീന്ദ്രൻ സാറിനെ ആദരവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ അധ്യക്ഷനായി വന്നിരിക്കുന്ന വനിതാ വേദിയുടെ പ്രസിഡന്റായ ശ്രീമതി സതീ തമ്പിയാണ്. സതീ തമ്പി മാഡത്തിന് ആദരവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തത് മലയാള സിനിമാ ഗാനരംഗത്ത് പഴയകാല ഗായികയായ ശ്രീമതി ലളിത തമ്പിയെ ആദരവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരൊറ്റ പാട്ടുകൊണ്ട് തന്നെ മലയാളികളെ പിടിച്ചിരുത്തിയ ഗായകനാണ് ശ്രീറാം. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തത്, നമ്മൾ ഇത്രയും നേരം വളരെ ഭംഗിയായി ഒരു കലാപരിപാടികൾ ആസ്വദിച്ചു. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന പ്രസീത മാഡത്തിനെ സ്നേഹപൂർവ്വം വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തത്, മാതൃഭൂമിയുടെ ചീഫ് ഫോട്ടോഗ്രാഫറായ ബിനിലാൽ സാറിനെ ആദരവപൂർവ്വം വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു.
ഇന്ന് ഈ യോഗത്തിന് കൃതജ്ഞത അറിയിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയങ്കരനായ വിജയകുമാരേട്ടനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ ഒട്ടനവധി പ്രമുഖർ ഇന്നിവിടെ വന്നിട്ടുണ്ട്. അതിൽ വനിതാ രത്നങ്ങൾ, നമ്മുടെ സാംസ്കാരിക വേദിയുടെ ഒരുപാട് പേരിവിടെ ഉണ്ട്. അവരെ എല്ലാവരെയും എൻ്റെ പേരിലും വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മളെ ഈ 3-4 ദിവസമായി നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത 1-2 വ്യക്തികൾ നമ്മൾ വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിക്കുണ്ട്. അതിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ആൾക്കാരാണ് ശ്രീ മണക്കാട് രാമചന്ദ്രൻ ചേട്ടനും മുക്കമ്പാലം രാധാകൃഷ്ണൻ ചേട്ടനും, അദ്ദേഹം ഇന്നിവിടെ എത്തിയിട്ടില്ല, ശാസ്തമംഗലം ഗോപൻ ചേട്ടനും. ഇവരെ എല്ലാവരെയും ആദരവപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാനിവിടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് അധ്യക്ഷൻ ശ്രീമതി സതി തമ്പി. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ശ്രീ പന്ന്യൻ രവീന്ദ്രൻ മുൻ MP-ക്കും മാതൃസദസ്സിനും നമസ്കാരം. ഞാൻ പ്രത്യേകം എല്ലാവരുടെ പേര് എടുത്ത് പറയുന്നില്ല. ഇന്ന് 17ാമത് വയലാർ സാംസ്കാരിക ഉത്സവത്തിൻ്റെ 4ാം ദിവസമാണ്. സാഹിത്യത്തിലൂടെയും സംഗീതവുമായി ചേർന്ന് മാതൃക സൗന്ദര്യമുണർത്തുന്ന ഗാനങ്ങളിലൂടെയും സമൂഹത്തിൻ്റെ ബോധത്തെ പുതിയ തലങ്ങളിലേക്ക് വയലാർ രാമവർമ്മ ഇന്നും കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഈ ഉത്സവത്തിൽ 17 വർഷമായി സാഹിത്യ, സംഗീതം, ജീവകാരുണ്യ മേഖലകളിലെ പ്രഗത്ഭർ ആദരിക്കപ്പെടുന്നു. പ്രശസ്തരായ പ്രതിഭകളും വളർന്നു വരുന്ന പ്രതിഭകളും നൂറൽ ഇസ്ലാം കലാശാല നിഷ് കന്യാകുമാരി നൃത്തങ്ങൾ അവതരിപ്പിച്ചത് വളരെ ഭംഗിയായിരുന്നു. തുടർന്ന് നാടകഗാനങ്ങളും ജോൺസൺ മാഷിൻ്റെയും ഗിരീഷ് പുത്തഞ്ചേരിയുടെയും ഗാനങ്ങളും കോർത്തിണക്കിയ ഗാനസന്ധ്യ. പിന്നണി ഗായകരായ ജി ശ്രീറാം, കാഞ്ചന ശ്രീറാം, പ്രമീള സുരേഷ് വാസുദേവ്, രഞ്ജിനി സുധീർ എന്നിവർ നയിക്കുന്നു. മുന്നോട്ടുള്ള പരിപാടികൾക്കായി എല്ലാവരും കാത്തിരിക്കുന്നുവെന്ന് അറിയാം. വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മുൻ MP ശ്രീ പന്ന്യൻ രവീന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷ, വേദിയിലുള്ള എല്ലാവരെയും പേര് പറയണ്ട, സമയം കുറച്ചേ ഉള്ളൂ. എല്ലാവരും ഇപ്പോൾ കയ്യടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, പെട്ടെന്ന് നിർത്തുക എന്നുള്ള സൂചനയാണ് കയ്യടി. വയലാർ രാമവർമ്മ മലയാളികളുടെ മനസ്സിൽ എന്നും ഓർത്തിരിക്കേണ്ട ഒരു കവിയാണ്. കവിതയിലായാലും നാടകഗാനങ്ങളിലായാലും സിനിമാ പാട്ടുകളിലായാലും നമ്മുടെ എല്ലാം മനസ്സിലെന്നും വയലാറുണ്ടാവും. അത്രമാത്രം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ കയറിക്കൂടിയ ഒരു ഗാനരചയിതാവ് മറ്റൊന്നില്ല. അദ്ദേഹത്തിന് ശേഷമാണ് മറ്റെല്ലാവരും. വയലാറിൻ്റെ പ്രത്യേകത, അദ്ദേഹം സമൂഹത്തിലെ എല്ലാ നന്മകളും തിന്മകളുമെല്ലാം പാട്ടിൽ കൂടിയും കവിതയിൽ കൂടിയും നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആയിഷ എന്ന മനോഹരമായൊരു കാവ്യമുണ്ട്. പെണ്ണെ നിന്നെ കത്തി കൊണ്ടരിഞ്ഞു ഞാൻ കടിയിൽ കെട്ടിത്തൂക്കും. അന്തർമാൻ്റെ വാക്ക. എത്ര മനോഹരമായിരുന്നു ആ കാവ്യം. മാത്രമല്ല വേറെയും കാവ്യങ്ങളുണ്ട്. പഴയ കാലത്തെ തറവാട്ട് കാരണവന്മാരുടെ ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, അഹങ്കാരം. പഴയ കാലം എൻ്റെ കുടുംബം വലിയ കുടുംബമായിരുന്നു,
അങ്ങനൊരു കാരണവരുടെ പേരാണ് രണ്ടുകാലിന്നും മല പോലെ മണ്ടുള്ള കുണ്ടുണ്ണി മേനോൻ. കുണ്ടുണ്ണി മേനോന് മക്കളുണ്ട്. പൊമ്മക്കൾ 3 പേരാ. ഒരുപാട് ആലോചന വന്നു, നീ എൻ്റെ തറവാട്ടിലോ, എനിക്കെന്താ യോഗ്യത? അങ്ങനെ നിസ്സാരവൽക്കരിച്ച അവസാനം പെൺകുട്ടികൾ പലരുടെയും കൂടെ രക്ഷപ്പെട്ടു പോയൊരു കഥ. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇത്ര മനോഹരമായി അവതരിപ്പിച്ച ഒരു കവി വേറെയില്ല. മറ്റൊരു പ്രത്യേകത എന്താ? അദ്ദേഹത്തിൻ്റെ നാടകഗാനങ്ങളും സിനിമാ ഗാനങ്ങളും. എന്തിന് നിങ്ങൾ തിരുവനന്തപുരത്ത് നമ്മളിരിക്കുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ രക്തസാക്ഷി മണ്ഡപം. രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹം എഴുതിയ മനോഹരമായൊരു പാട്ടാണ് ബലി കുടീരങ്ങളെ എന്ന പാട്ട്. ആ പാട്ട് നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴെങ്കിലും മാഞ്ഞു പോകുമോ? ആ പാട്ടിൻ്റെ ഹിന്ദി പരിഭാഷ ഉണ്ടായിരുന്നു. ഹിന്ദി പരിഭാഷയും രാജ്യം മുഴുവൻ എല്ലാവരും കേട്ടതാ. വയലാർ എല്ലാവരുടെയും മനസ്സിനെ തൃപ്തിയാക്കുന്ന പാട്ടുകളാണ്. പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രണയത്തിൽ കാണിക്കുന്ന ചതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രണയത്തിൻ്റെ വൈവിധ്യമായ വശങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കണം, ആലുവ പുഴ നമ്മുടെ മനസ്സൊന്നും പോവില്ല. ആലുവ ഗസ്റ്റ് ഹൗസിൽ കയറിയിരുന്നിട്ട് മദ്രാസിൽ നിന്ന് ദേവരാജൻ മാഷ് വിളിച്ചപ്പം അദ്ദേഹം കവിത പാട്ട് പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? ആലുവ പുഴ നോക്കിക്കൊണ്ട്. ആലുവ പുഴയിൽ എന്താ ഉണ്ടായത്? ആലുവ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണ് ഒഴുകുന്നത്? 1000 പാദസ്വരങ്ങൾ കിലുങ്ങി ആലുവ പുഴ പിന്നെയും ഒഴുകി. ആരും കാണാതെ ഓളവും തീരവും ആലിംഗനത്തിൽ മുഴുകി. നിങ്ങളിപ്പോൾ നൃത്തത്തിൽ ആണും പെണ്ണും തമ്മിൽ പ്രണയിക്കുന്ന ചില രംഗം കണ്ടില്ലേ? അതുപോലെ ഇത് നമ്മൾ കാണില്ല. ആരും കാണാതെ ഓളവും തീരവും ആലിംഗനത്തിൽ മുഴുകി. എത്ര മനോഹരമായ വരിക! ഒരു തവണ നമ്മളെ KPSC നാടകത്തിന് വേണ്ടി ഒരു പാട്ട് എഴുതാൻ ഏൽപ്പിച്ചു. ആ പാട്ട് ഇദ്ദേഹം എഴുതിക്കൊണ്ടുവന്നു. എന്താ എഴുതിക്കൊണ്ടുവന്നത്? ശബരിമലയെക്കുറിച്ചുള്ളൊരു വലിയ പാട്ട്. ശബരിമലയെക്കുറിച്ച് പറയുമ്പം ഒരുപാട് പറയാനുണ്ടല്ലോ. ശബരിമലയെക്കുറിച്ച് എഴുതി വന്നപ്പം ഇദ്ദേഹം പറഞ്ഞു, തോപ്പിൽ ബാസി പറഞ്ഞു, കുട്ട ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് നിരീശ്വരവാദമാണ് എൻ്റെ ഉദ്ദേശം. ശരി, നമുക്ക് മാറ്റാം. ആ പേപ്പറെടുത്ത് കമിഴ്ത്തി വെച്ച് അദ്ദേഹം എഴുതി, ശബരിമലയിലും കല്ല്, ശക്തീശ്വരത്വം കല്ല്, തിരുപ്പതി മലയിലും തൃച്ചംബരത്തും കല്ല്, കല്ലിന് തൊഴുതി വരുന്നവരെ കൽപ്പണിക്കാരനെ മറക്കരുത്. എത്ര മനോഹരമായിട്ട് അത് എഴുതിയത്! ആർക്കെങ്കിലും ആക്ഷേപമുണ്ടോ? നമ്മുടെ എല്ലാം മനസ്സിനകത്ത് ഒരുപാട് ഈ പാട്ട് കേൾക്കുമ്പോഴാ പലതും നമ്മൾ തോന്നുമല്ലേ. പഴയ കാലത്ത് പാട്ട് കേട്ടിട്ട് നമ്മൾ വന്നത്. എൻ്റെ നാട്ടിൽ പഴയ കാലത്ത് എല്ലാവരും പാടുന്ന പാട്ടാണ്, നിങ്ങൾക്കറിയാമെന്നറിയില്ല, നീലക്കുയിലെ കായലരികത്ത് വലിയെറിഞ്ഞപ്പം വളകിലുക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു ഞെറുക്കിന് ചേർക്കണേ. അന്നത്തെ കാലത്താ. ഇപ്പം ഐ ലവ് യു, ഞാൻ നിന്നെ പ്രേമിക്കുന്നു പെൺകിടാവേ. ഇപ്പം മാറി മാറി ഒരുപാട് മാറി വന്നു. പക്ഷെ വയലാറിൻ്റെ പദസമ്പത്തില്ലേ, സംസ്കൃതവും മലയാളവും ചേർന്ന പദസമ്പത്ത്, ആ സമ്പത്ത് നമ്മുടെ നാട് നിലനിൽക്കുന്ന കാലത്തോളം ജീവിക്കും. അത്ര മനോഹരമാണത്. അദ്ദേഹത്തിന് വ്യക്തമായ ലക്ഷ്യബോധമുണ്ടായിരുന്നു മനുഷ്യനെക്കുറിച്ച്. അതാണ് യേശുദാസ് എപ്പോഴും ഓർക്കുന്നത്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണ് പങ്കുവെച്ചു, മനസ്സ് പങ്കുവെച്ചു. എത്ര ദീർഘദർശിത്വത്തോടെയാണ് ആ പാട്ട് എഴുതിയത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ കവികളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അവർ വെറും എഴുതൽ മാത്രമല്ല, ദീർഘവീക്ഷണമുള്ള ആളുകളാണ്.
ആ ദീർഘവീക്ഷണമാണ് ONVയുടെ മനോഹരമായ ഒരു കവിതയുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഭൂമിക്കൊരു ചരമഗീതം. ആളുകൾ ചോദിച്ചു, ഭൂമിക്ക് ചരമഗീതം, ഇയാൾക്കെന്താ വട്ട? എന്താ ഭൂമിക്ക് സംഭവിക്കാൻ പോകുന്നത്? നമ്മളിപ്പം ഭൂമിക്ക് ചരമഗീതം നമ്മൾ കാണുകയല്ലേ നേരിട്ട്? എത്ര ദീർഘവീക്ഷണത്തോടെയാണ്. അപ്പം നമ്മുടെ കവികളെന്ന് പറഞ്ഞാൽ കാലത്തെ അതിജീവിക്കുന്നവരും അപകടത്തെ മുൻകൂട്ടി കാണുന്നവരുമാണ് കവികൾ. അങ്ങനെയുള്ള കവികളെ കൂട്ടത്തിലാണ് ഭാസ്കരൻ മാഷും വയലാറും ONV സാറും. ONV സാറിൻ്റെ വരികളൊക്കെ നമ്മുടെ മനസ്സിനകത്ത് എപ്പോൾ ഉണ്ടല്ലോ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്രം വെറുതെ നനച്ചുപോയി. എന്താ വെറുതെ നനക്കാൻ? ഒരു മാത്രം വെറുതെ നനച്ചുപോയി. അരികിൽ നീ ഉണ്ടെങ്കിൽ എന്ന് ഞാൻ. മനുഷ്യ മനസ്സിനകത്താണ്, ഹൃദയങ്ങൾ തമ്മിലാണ് ബന്ധം. നമ്മൾ ചേഷ്ടകൾ കാണിച്ചുകൊണ്ടല്ല, ഹൃദയബന്ധമാണ്. മലയാളിയുടെ മനസ്സിൽ എന്നും ഉള്ളതെന്താ? കാൽപ്പനിക കാവ്യങ്ങളാണ്. അതിലാണ് നമ്മൾ ചങ്ങമ്പുഴ വരുന്നത്. മലരുടെയും കാടുകൾ തിങ്ങി വിങ്ങിയാ വരുന്ന വരവില്ലേ. അന്ന് സമ്പന്ന കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്ക് ആട്ടിടയനുമായ പ്രണയം. ആട്ടിടയനെന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവൻ. പക്ഷെ ഇവൾ പ്രണയിച്ചു പോയി. ആട്ടിടയനാണെങ്കിൽ വിവേകശാലിയാണ്. ഇവൾ പറയുന്നത്, എന്നാ വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്ന് കൊണ്ടുപോകൂ. എന്താ പറഞ്ഞേ? നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം, ഇന്ന് വേണ്ട, ഇന്ന് വേണ്ടോ. എന്താ ഒരിക്കൽ? ഒരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്നേഹബന്ധത്തിന് പരിസമാപ്തി കല്യാണമാ. രണ്ടുപേരും നമ്മളുടെ കല്യാണമാ. കല്യാണം വരെ നമുക്ക് അഹിതമായി പ്രവർത്തിച്ചുകൂടാ. അങ്ങനെ പറ്റുമോ? ഇല്ലല്ലോ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരാണെങ്കിൽ പെട്ടെന്ന് പറയും, നിന്നെ ഞാൻ ഇപ്പോഴേ കൊണ്ടുപോകാം, ഇന്നോവ പിടിച്ചു വരാം ഓമലാളെ. കാരണം ഇന്നോവയാണെങ്കിലോ നല്ല വാഹനം. കാലം ഇങ്ങനെ മാറുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. മാന്യത കൈവിടാൻ പാടില്ല. നമുക്കെന്നും മനുഷ്യബന്ധത്തിൽ കാണിക്കേണ്ട ധർമ്മമുണ്ടാവണം. ചതി പറ്റൂല. നമ്മുടെ നാട്ടിലിപ്പം മിക്കവാറും ചതിയല്ലേ. എത്ര ചതി ഇപ്പം. ആ ചതി മനുഷ്യനെ ഒരിക്കലും ബാധിക്കരുതെന്ന് കവിതയിൽ കൂടി നമ്മുടെ നാട്ടിൽ നമ്മളെ പഠിപ്പിച്ച ആളാണ് വയലാർ. നമ്മളെ പഠിപ്പിച്ച ആളാണ് ONV. നമ്മളെ പഠിപ്പിച്ച ആളാണ് P. ഭാസ്കരൻ. നമ്മളെ പഠിപ്പിച്ച ആളാണ് ഗിരീഷ് പുത്തഞ്ചേരി. പിന്നെ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട 3 പേരാണ്. വയലാർ മരിച്ചത് 47 വയസ്സിലല്ലേ? 47 വയസ്സ്. ഞാൻ ആലോചിക്കുക, 47 വയസ്സെന്ന് പറഞ്ഞപ്പോൾ കല്യാണം കഴിക്കേണ്ട പ്രായമാണ്. അപ്പോഴാണ് വയലാർ മരിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭാവന കേരളീയ സമൂഹത്തിന് നൽകിക്കൊണ്ട് അദ്ദേഹം പിരിഞ്ഞു പോയത്. ആ പിരിഞ്ഞുപോയ വയലാറിൻ്റെ ഓർമ്മ ഇവിടെ ഓർമ്മ പുതുക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരുമിച്ചിങ്ങ് ഇരുന്നപ്പോഴും ഇതിൻ്റെ സന്ദർഭം ഒരുക്കിയതാരാ? ഈ മണക്കാട് രാമേന്ദ്രൻ. അദ്ദേഹം മണക്കാട് രാമേന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം ഇങ്ങനെ കറങ്ങി നടക്കും. അദ്ദേഹം സ്റ്റേജിലൊന്നും കാണില്ല. നമ്മൾ സാധാരണ സംഘാടകൻ എന്ന് പറയുന്നത് അദ്ദേഹം സ്റ്റേജിൽ ആദ്യം ഇരിക്കും. വരുന്നവനെല്ലാം വാ, ഞാനിവിടെ ഉണ്ട്. എന്നാൽ ഇദ്ദേഹം ഇത്രമാത്രം ലാളിത്യമുള്ളൊരു മനുഷ്യൻ. അതാണ് ഈ മണക്കാട്. അദ്ദേഹം എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നുണ്ട്. 37ാമത്തെ വർഷമല്ലേ, അല്ല 17ാമത്തെ വർഷം. 17ാമത്തെ വർഷം മിക്കവാറും എല്ലാ വർഷവും ഞാനും വരും. കാരണം അദ്ദേഹം ഒരു സാധുവായിട്ട് ഇങ്ങനെ കൂടെ നടക്കും. എന്തിനു വേണ്ടിയാ? ജീവിതം ഒരു കർമ്മമാണ്, ഒരു തപസ്യ. ആ തപസ്യാണ് അദ്ദേഹം അനുഷ്ഠിക്കുന്നത്. വയലാറിനെ നേരിട്ട് ബന്ധമുണ്ടോ മണക്കാടെന്ന് എനിക്കറിയില്ല. എനിക്കൊരു ഭാഗ്യമുണ്ടായിരുന്നു വയലാറിനെ പരിചയപ്പെടാൻ. എൻ്റെ ജീവിതത്തിലൊരു വലിയ ഭാഗ്യം വയലാറിനെയും ദേവരാജൻ മാഷയും. ദേവരാജൻ മാഷും അങ്ങനെയാണ്. ആ 2 പേരെയും പരിചയപ്പെടാനുള്ളൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അതിനൊപ്പം തന്നെ 1970കളിൽ കേരളം കേട്ട ഒരു വ്യാഴവട്ടക്കാലത്തെ പാട്ടുകൾ 3 പേർ ചേർന്ന് പാടിയ പാട്ടുകളാണ്. ആ 3 പേര്, ഒന്ന് വയലാർ എഴുതി, ദേവരാജ മാഷ് സംഗീതം നൽകി, ഗാനഗന്ധർവൻ യേശുദാസ് പാടിയ പാട്ട്. യേശുദാസിൻ്റെ പാട്ടില്ലേ, യേശുദാസിൻ്റെ ശബ്ദ സൗകുമാര്യം
ആ യേശുദാസിനെയും പരിചയപ്പെടാൻ എനിക്ക് അവസരമുണ്ടായി. എല്ലാം തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ്. ഞാൻ കണ്ണൂരിലായിരുന്നെങ്കിൽ ഒന്നും കാണൂല്ല. ഞാൻ ടി വിയിലോ പത്രത്തിലോ കാണുന്നതായവരെ നേരിട്ട് പരിചയപ്പെടാനില്ല. ജീവിതത്തിൽ വലിയ അനുഗ്രഹം അതാ. ഇതുപോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, അനുഗ്രഹീത കലാകാരന്മാർ, അവരെ കണ്ടാലൊന്ന് തൊടുക എന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. ഞാൻ വയലാറിനെ കണ്ടപ്പോൾ തൊട്ട്. ഞാൻ നാട്ടിൽ പോയ എല്ലാവരോടും പറഞ്ഞു, വയലാറിനെ ഞാൻ കണ്ടോ കണ്ട്, എന്നിട്ടോ തൊട്ട്. എല്ലാവരും എന്നെ തൊട്ട്. കാരണം എന്താ? അത്ര അനുഗ്രഹം. അത് വയലാർ വെറും പറയലില്ല. വയലാർ എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ നാട്ടിൽ നൽകിയ സംഭാവനയാണ്. ആ സംഭാവന മറ്റൊരാൾക്കും ഭേദിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭേദിക്കാൻ പറ്റുന്ന ആരുമില്ല. ഗിരീഷ് പുത്തഞ്ചേരി കുറച്ച് കാലമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല പാട്ടെഴുതി അദ്ദേഹം പോയി. പക്ഷെ ആര് പാട്ടെഴുതുമ്പോൾ വയലാറിൻ്റെ ആ പദസമ്പത്തുണ്ടല്ലോ, ആ പദസമ്പത്ത് അവർക്കെല്ലാം തന്നെ ചേരുവ ചേർക്കേണ്ടി വരും. അവർക്ക് മാത്രമായിട്ടൊരു പാട്ടാവില്ല. അങ്ങനെയുള്ള ഒരു മഹാകവിയുടെ, കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തെ നന്മയുടെ വഴിയിലേക്ക് നയിച്ച കവിയുടെ ഓർമ്മ പുതുക്കുന്ന ഈ 27-ാം തീയതി, അതിനു മുമ്പായി ഇവിടെ നടക്കുന്ന 7 ദിവസത്തെ കലോത്സവം. ആ കലോത്സവത്തിൽ ഇന്നത്തെ പരിപാടിയിൽ ഒരു അഭംഗിയുണ്ട്. ഞാൻ നൃത്തം നന്നായി ആസ്വദിക്കുന്ന ആളാണ്, പാട്ടും ആസ്വദിക്കുന്ന ആളാണ്, കല ആസ്വദിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ കലാകാരനല്ല. എനിക്ക് ആകെ തന്നിരിക്കുന്ന ഒരു അനുഗ്രഹം എന്താ? സംസാരിക്കാനുള്ള അനുഗ്രഹം. അത് മാത്രമേ ഉള്ളൂ. ആ അനുഗ്രഹം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നത് നിങ്ങളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുമെന്നാണ്. അതുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാം തന്നെ അനുവാദത്തോടു കൂടി ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഈ വേദിയിൽ അടുത്തതായി ആദരവാണ്. 1952 അതായത് 70 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗായിക വളർന്നു വരിക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമാണ്. 1952 മെരിലാൻഡ് എന്ന സ്റ്റുഡിയോ തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്ന കേരളത്തിലെ 2ാമത്തെ തിയേറ്ററാണ് മെരിലാൻഡ് സ്റ്റുഡിയോ. അവിടുത്തെ അവകാശികൾ എന്ന സിനിമയിൽ ആദ്യമായി പാടിക്കൊണ്ട് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് വന്ന പ്രശസ്ത പിന്നണി ഗായിക ലളിത തമ്പിയെ വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി ആദരപൂർവ്വം ആദരിക്കപ്പെടുന്നു. ചേർത്തല ഗോപാലൻ നായർ എന്ന പ്രശസ്തനായ ഗായകൻ്റെ പ്രിയ പത്നിയും ശ്രീറാമിൻ്റെ അമ്മയുമാണ് ലളിത തമ്പി. അതിനുശേഷം 1954 ഇറങ്ങിയ അവർ ഉണരുന്നു, ഹരിചന്ദ്രൻ, 55 ഇറങ്ങിയ കാലം മാറുന്നു തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം ലളിത തമ്പി ഗാനങ്ങൾ ആലപിച്ചു. അടുത്തായി ഈ വേദിയിൽ ഇന്ന് ഗാനങ്ങൾ ആലപിക്കുന്ന സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഗാനത്തിന് ശ്രീ ശ്രീറാമിനെ പ്രിയപ്പെട്ട പന്നിൻ രവീന്ദ്രൻ സാർ ആദരിക്കുന്നു. ഇന്ന് ഈ വേദിയിൽ ഗാനമാലപിക്കുന്ന പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക ശ്രീമതി പ്രമീളയെ പൊന്നാട നൽകി ആദരിക്കുന്നു. ഇന്ന് ഈ വേദിയിൽ ഗാനമാലപിക്കുന്ന പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും ചലച്ചിത്ര സംവിധായകയും ചലച്ചിത്ര പിന്നണി ഗായികയുമായ രഞ്ജിനി സുധീരനെ ഞങ്ങൾ ഈ വേദിയിൽ ആദരിക്കും.
ചലച്ചിത്ര ഗായികയും ശ്രീറാമിൻ്റെ പുത്രിയുമായ കാഞ്ചനയെ ഞങ്ങൾ ഈ വേദിയിൽ ആദരിക്കപ്പെടുന്നു. ഒപ്പം 1 മണിക്കൂർ മുമ്പ് ഈ വേദിയെ നൃത്തച്ചുവടുകളായി സമ്പന്നമാക്കിയ നിഷ് യൂണിവേഴ്സിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസീത ടീച്ചറെ ഞങ്ങൾ ആദരിക്കപ്പെടുന്നു. നിഷ് യൂണിവേഴ്സിറ്റിയുടെ എല്ലാ സഹൃദരെയും ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്തിരുന്നു. പ്രിയ ഗായകൻ ശ്രീറാം ഏതാനും വാക്കുകൾ സംസാരിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട പന്ന്യൻ രവീന്ദ്രൻ സർ, എൻ്റെ അമ്മ, പിന്നെ മറ്റ് സഹൃദയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സംസാരിക്കാനുള്ള സമയമല്ല എന്നറിയാം, എന്നാലും 7 ദിവസങ്ങളായിട്ട് ഇവിടെ കൊണ്ടാടുന്ന ഈ ഉത്സവം, സംഗീത ഉത്സവം, തീർച്ചയായിട്ടും ഒരുപാട് പാട്ടുകൾ ആസ്വദിക്കാനും പാട്ടുകളെ മനസ്സിലാക്കാനുമുള്ളൊരു വേദിയായിട്ട് മാറുകയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വയലാറിൻ്റെ പേരിലുള്ളതാണെങ്കിലും മറ്റ് പല ഗാനരചയിതാക്കളുടെയും സംഗീത സംവിധായകരുടെയും ഗായകരുടെയും പാട്ടുകൾ, എല്ലാ തരത്തിലുള്ള പാട്ടുകളും ഈ ദിവസങ്ങളിൽ ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് ആസ്വാദകരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരുക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മണക്കാട് രാമചന്ദ്രനാണ്. അദ്ദേഹം ഇതെല്ലാം നേരത്തെ സാറ് പറഞ്ഞ പോലെ ഓടി നടന്ന് സംഘടിപ്പിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും കാണിക്കുന്നില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം എല്ലാവരെയും സമീപിക്കുന്നത്. വളരെ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളാണ് ഈ സംഭവിക്കുന്നതെല്ലാം തന്നെ. ഇത്രയും ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഒരു ദിവസം പോലും ഓർഗനൈസ് ചെയ്യാൻ നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് അദ്ദേഹം ഇത്രയും വളരെ ഈസി ആയിട്ടാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. എന്നെ വലിയൊരു നമസ്കാരം പറയുന്നു. അതിലുപരി ഇന്ന് എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസം എന്ന് പറയുന്നത് അമ്മയെയും എന്നെയും എൻ്റെ മകളെയും 3 പേരെയും ഒരു വേദിയിൽ ഒരു ആദരവിനെ ക്ഷണിച്ചു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യം. ഒരുപാട് സംസാരിച്ച് നീട്ടുന്നില്ല. ഇനി വരും ദിവസങ്ങളിലും നല്ല നല്ല ഗാനങ്ങൾ ആസ്വദിക്കാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്നും ഇത്തരത്തിലുള്ള പരിപാടികളിൽ ഞങ്ങൾക്കെല്ലാം പങ്കെടുക്കാൻ കഴിയും എന്നുള്ള വിശ്വാസത്തോടു കൂടി വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഈ ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തുവാനായി വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ കൺവീനർ ശ്രീ ബി വിജയകുമാറിനെ ക്ഷണിച്ചു. ഈ കൃതജ്ഞത എന്നുള്ളത് നീട്ടുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഗാനമേള ആരംഭിക്കുകയാണ്. ഇന്ന് ഈ സദസ് ഉദ്ഘാടനം ചെയ്ത പന്ന്യൻ രവീന്ദ്രൻ സാറിന്, നമ്മുടെ സാംസ്കാരിക നായകനായ മുൻ MP പന്ന്യൻ രവീന്ദ്രൻ സാറിന് ഞങ്ങളുടെ വയലാർ സാംസ്കാരിക സമിതിയുടെയും നിങ്ങളുടെ ഏവരുടെയും സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും, ഞങ്ങളുടെ വനിതാ സമിതിയുടെ പ്രസിഡന്റ് സതി തമ്പി, സെക്രട്ടറി മിനി ദീപക്, അതുപോലെ അമ്മ, അതുപോലെ ഇന്നിപ്പോൾ നേരത്തെ നൂറുൽ ഇസ്ലാം സർവകലാശാലയ്ക്ക് വേണ്ടി ഇവിടെ സംസാരിച്ച ആ യൂണിവേഴ്സിറ്റിയുടെ നാനോ ടെക്നോളജി യൂണിവേഴ്സിറ്റിയുടെ ഡീൻ ശ്രീമതി പ്രസീത ടീച്ചർ, ഒപ്പം മാതൃഭൂമിയുടെ ചീഫ് ഫോട്ടോഗ്രാഫറായിരുന്ന ബിൻലാൽ സംസാരിച്ചില്ല, നീണ്ടുപോകേണ്ട എന്നുള്ളതുകൊണ്ട് സംസാരിക്കേണ്ട, ആശംസ അറിയിക്കാൻ ഇവിടെ പറഞ്ഞിരുന്നു. തുടങ്ങി ഇന്ന് ഈ വേദിയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും, അതുപോലെ ഈ ഗാനമേള ആസ്വദിക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വയലാർ സാംസ്കാരിക വേദിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമസ്കാരം. യോഗ നടപടികൾ ഇവിടെ അവസാനിക്കുകയാണ്. ഉടൻ തന്നെ ഗാനമേള ആരംഭിക്കുന്നതാണ്. നന്ദി.